പ്രിയപ്പെട്ടവരെ, കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ തരുന്ന താക്കീതുകൾ അനുസരിക്കണം. പരിശുദ്ധാത്മാവ് കൊടുത്ത താക്കീതിനനുസരിച്ചിരുന്നെങ്കിൽ കായേൻ ആബേലിനെ കൊല്ലില്ലായിരുന്നു. ആ താക്കീതിനെ അവഗണിച്ചത് കൊണ്ടാണ് അവനൊരു കൊലപാതകയായിട്ട് മാറിയത്, ചരിത്രത്തിൽ ആദ്യത്തെ കൊലപാതകയായിട്ട് മാറിയത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവ് കൊടുത്ത താക്കീതിനെ അവഗണിച്ചത് കൊണ്ടാണ് യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കേണ്ടി വന്നത്. കർത്താവ് കൊടുത്ത താക്കീതിനെ അവഗണിച്ച് കളഞ്ഞു. യൂദാസിന് മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. കർത്താവിനെ വേണമെങ്കിൽ ഒറ്റിക്കൊടുക്കാം, പണത്തിന് വേണ്ടി 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കാം, അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കാം. ഒറ്റിക്കൊടുത്തതിന് ശേഷം അവൻ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. കർത്താവിനോട് വേണ്ടി ക്ഷമ ചോദിക്കാം, മാപ്പ് ചോദിക്കും, കർത്താവ് ക്ഷമിക്കും, നിരവാധികം ക്ഷമിക്കും, അല്ലെങ്കിൽ അവന് തന്നെ അവൻ്റെ വിധി നടപ്പിലാക്കാം. അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ അവഗണിച്ചു. അവൻ എപ്പോഴും തിന്മയെ സെലക്ട് ചെയ്തു. കർത്താവിൻ്റെ സ്വരത്തെ അവൻ അവഗണിച്ചു. പാപത്തിൽ തടയുന്ന കർത്താവിൻ്റെ കരങ്ങളെ തട്ടി മാറ്റിയിട്ടാണ് അവൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നത്. അതിനുശേഷം അവൻ ആത്മഹത്യ ചെയ്യണത്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവിന്റെ സ്വരത്തെ അനുസരിച്ചത് കൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ അബീമേലെക്ക് പാപത്തിൽ രക്ഷപ്പെട്ടത്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ അനുസരിച്ചത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ അനുസരിച്ചത് കൊണ്ടാണ് ബാലാം ഇസ്രായേൽക്കാരെ ശപിക്കാതെ ആ ശാപത്തിൽ നിന്ന് മാറി നിന്ന് പിന്തിരിഞ്ഞത് കൊണ്ടാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നമ്മൾ തടയുന്ന കർത്താവിന്റെ സ്വരത്തെ നമ്മൾ ഗൗരവത്തോടെ എടുക്കണമെന്ന്, നമ്മൾ അനുസരിക്കണമെന്ന് ഇന്നേ ദിവസം കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ അവഗണിച്ചേക്കരുത്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾ ഒരു വ്യക്തി ആവർത്തിച്ച് അവഗണിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിശബ്ദമാകാൻ വേണ്ടി തുടങ്ങും. പരിശുദ്ധാത്മാവ് നിശബ്ദമാകാൻ തുടങ്ങും. കാരണം കർത്താവ് നമ്മുടെ സ്വാതന്ത്ര്യം മാനിക്കുന്ന കർത്താവാണ്. നമ്മുടെ സ്വാതന്ത്ര്യം കർത്താവ് മാനിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിശബ്ദമായിട്ട് പോകും. അനേകം പേരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിശബ്ദമായിട്ട് പോയി, നമ്മൾ ആരറിഞ്ഞില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിശബ്ദമായിട്ട് പോയി. പരിശുദ്ധാത്മാവിന്റെ സ്വരം അത് മൃദുവായിട്ട് മാറി, കേൾക്കാൻ പറ്റാത്തവർ നിശബ്ദമായിട്ട് പോയി. ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ന്റെ 19 കർത്താവ് നമ്മിങ്ങനെ പഠിപ്പിക്കണത്, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. പറയാം, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. ഒന്നുകൂടെ പറയാം, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. വീണ്ടും എഫേസ്യസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിന്നെ മുദ്രിതനാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഒരുമിച്ച് പറയാം, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിന്നെ മുദ്രിതനാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, പാപത്തിലേക്ക് ചായുമ്പോൾ കർത്താവ് നൽകുന്ന പ്രേരണകളെ അനുസരിക്കുവാൻ, പരിശുദ്ധാത്മാവ് നൽകുന്ന താക്കീതുകൾ അനുസരിക്കുവാൻ, ആ പാപത്തിൽ പിന്തിരിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മീയ നേത്രങ്ങളെ, നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തന്നെ തുറക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 35-ന്റെ 5-ാം പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 5-ാമത്തെ വചനം, ദുഷ്ടതയിൽ ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. ഒരുമിച്ച് പറയാവൂ, ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. പ്രലോഭനത്തിന്റെ വാതിൽക്കൽ വെച്ച് ഒരു പ്രലോഭനത്തെ വേണ്ടെന്ന് നമ്മൾ വെക്കുന്നത് കർത്താവിന് പ്രീതിപ്പെടുന്ന കാര്യമാണ്. പാപത്തിന് പടിവാതിക്കൽ നിന്നിട്ട് ആ പാപത്തെ വേണ്ടെന്ന് വെക്കുന്നത്, ആ പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയെ വേണ്ടെന്ന് വെക്കുന്നത്, ആ പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്, ആ പാപത്തിലേക്ക് നയിക്കുന്ന സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്, അത് കർത്താവിന് പ്രീതികരമായ കാര്യമാണ്. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക, അത് പാപപരിഹാര ബലിയാണ്. ഒരു പാപം ഉപേക്ഷിക്കുന്നത് അത് പാപപരിഹാര ബലിയാണ്. അനീതി വർജിക്കുന്നത്, പാപം വർജിക്കുന്നത്, പാപ സാഹചര്യം വർജിക്കുന്നത് അത് പാപപരിഹാര ബലിയാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു ഈശോയുടെ മുമ്പിൽ.
നമ്മൾ ശ്രവിച്ച വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. അത് നഷ്ടപ്പെട്ടു പോകാതെ, അത് പക്ഷികൾ എടുത്തുകൊണ്ട് പോകുന്ന വിത്തുകൾ പോലെയായിട്ട് മാറാതെ, അതെല്ലാം നമ്മുടെ ഹൃദയമാകുന്ന വയലിൽ അത് പൊട്ടിമുളച്ച് വേര് പിടിച്ച് അതിൽ അഭിഷേകമായിട്ട് മാറാൻ വേണ്ടി പരിശുദ്ധാത്മാവാകുന്ന മഴ അതിൻ്റെ മേൽ പെയ്യാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കരങ്ങൾ ഈശോയുടെ മുന്നിൽ ഉയർത്തിപ്പിടിക്കാവോ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കുവാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് പാപ സാഹചര്യങ്ങൾ ഒഴിഞ്ഞു മാറുവാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം 2-ാം വാക്യം, സർപ്പത്തിൽ നിന്ന് പോലെ പാപം ഓടി അകലുവിൻ, അടുത്ത് ചെന്നാൽ അത് കടിക്കും. കർത്താവേ, പാപ സാഹചര്യങ്ങളിൽ നിന്ന്, പ്രലോഭനങ്ങളുടെ വാതിൽക്കൽ നിന്ന്, പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, ശീലങ്ങളിൽ നിന്ന്, അടിമത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ, സർപ്പത്തിൽ പോലെ ഒഴിഞ്ഞു മാറുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പ്രഭാഷകന്റെ പുസ്തകം 27:10, സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വഴികളിൽ പാപം ഞങ്ങൾക്ക് വേണ്ടി വലവിരിച്ച് കെണി വിരിച്ച് കാത്തിരിക്കുമ്പോൾ ആ കെണികളെ മനസ്സിലാക്കുവാൻ, ആ കെണികളെ മനസ്സിലാക്കി ഒഴിഞ്ഞു മാറുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, വിശുദ്ധിയോട് ജീവിക്കുവാൻ കൃപ നൽകണമേ. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹം നൽകണമേ. വിശുദ്ധിക്ക് വേണ്ടി ദാഹം നൽകണമേ. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.